ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആസ് യു ക്യാൻ സി, അയൺ, സ്റ്റീൽ, ഗോൾഡ്, സിൽവർ, മാംഗനീസ്, യുറേനിയം, chromium, nickel, titanium, zinc, aluminum, platinum, etc. These are all metals. Okay, and examples of some non-metals: sulfur, bromine. Bromine is the only liquid non-metal. Bromine, carbon, oxygen, etc. So these are some examples of metals and non-metals. Okay. ആക്ച്വലി നിങ്ങളുടെ കെമിസ്ട്രി സിലബസിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ആയിരുന്നു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, കുറച്ച് വർഷങ്ങളായിട്ട് ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആ ചാപ്റ്ററിലാണ് നമ്മൾ എലമെൻറ്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല. പക്ഷേങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ആ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ. ഇവിടുന്ന് നമുക്ക് ഏകദേശം 118 എലമെൻറ്റ്സ് ഉണ്ട്. 118 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ 118 എലമെൻറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആണ്. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഈസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ആൻഡ് ഫോർ എ നോർമൽ ആറ്റം ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഒരു നോർമൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റുള്ള ആറ്റത്തിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടി വരുന്ന രീതിയിലാണ് ഈ അറ്റോമിക് നമ്മുടെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സ്റ്റാർട്ടിങ് ഫ്രം ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് എലമെൻറ്റ് ഹീലിയാണ്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ. ഓക്കെ, ഇങ്ങനെ നമുക്ക് 118 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്ന ഫസ്റ്റിൽ ഒരു ഹൊറിസോണ്ടൽ റോ കണ്ടില്ലേ? ഒരു റോ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ 7 റോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയും താഴത്തെ 2 റോസ് എന്താണ്? അത് റോസ് അല്ലേ? അല്ല, അത് റോസ് അല്ല. അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. എന്താ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 7 റോസും ഉണ്ട്. 7 റോസ് ആൻഡ് 18 കോളംസ്. കോളംസ് മീൻസ് നിങ്ങൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പോകുന്ന 18 കോളംസും കാണാൻ പറ്റും. 7 റോസും 18 കോളംസും. ഓക്കെ ആണല്ലോ. ഈ 7 റോസ് എന്ന് പറഞ്ഞാൽ ഈ റോസിനെ നമ്മൾ പറയുന്ന പേരാണ് പീരീഡ്സ്. റോസിന് പറയും പീരീഡ്സ് എന്ന് പറയും. കോളംസിന് ഗ്രൂപ്പ്സ് എന്ന് പറയും. സോ 7 പീരീഡ്സ് ആൻഡ് 18 ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ യുവർ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ ആണല്ലോ. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പീരിയോഡിക് ടേബിൾ മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സ് ആർ മെറ്റൽസ്. ഏകദേശം 91 to 95 എലമെൻറ്റ്സും മെറ്റൽസാണ്. 91 to 95 എലമെൻറ്റ്സും മെറ്റൽസ് ആണ്. പിന്നെ നമുക്കൊരു അറൗണ്ട് 18 നോൺ മെറ്റൽസ് ഉണ്ട്. അറൗണ്ട് 18 നോൺ മെറ്റൽസ് ഉണ്ട്. ഇതിന് പുറമെ നമുക്ക് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെറ്റലോയിഡ്സ്. ഹാവ് യു ഹേർഡ് അബൌട്ട് മെറ്റലോയിഡ്സ്? What are metalloids? Metalloids are elements which shows the properties of both metals and non-metals. അവർ മെറ്റലിൻ്റെ സ്വഭാവവും കാണിക്കും, അതുപോലെ നോൺ മെറ്റൽസിൻ്റെ സ്വഭാവവും കാണിക്കും. അതായത് ഫിക്സഡ് ആയിട്ടൊരു നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറ്റില്ല. അതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ യെല്ലോ കളറിൽ കാണുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ മെറ്റലോയിഡ്സ്. ദീസ് ആർ മെറ്റലോയിഡ്സ്. ഓക്കെ ആണല്ലോ. ബോറോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെല്ലൂറിയം, അസ്റ്റാറ്റിൻ. ഇങ്ങനെ നമുക്ക് 7 മെറ്റലോയിഡ്സ് ഉണ്ട്. എത്ര മെറ്റലോയിഡ്സ് ഉണ്ട്? മെറ്റലോയിഡ്സ് 7. ഓക്കെ ആണല്ലോ. ഈ മെറ്റലോയിഡ്സിന് 1-2 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് നല്ല കാര്യമാണ്. മെറ്റലോയിഡ്സിൻ്റെ മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് ജെർമേനിയം, സിലിക്കൺ, ബോറോൺ, എക്സെട്ര. Germanium, silicon, boron, etc. So in our periodic table there are 91 to 95 metals and 18 non-metals and 7 metalloids. Okay. Next we are going to discuss about the physical properties of metals. Okay. Listen. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും. അതായത് ചില മെറ്റൽസ് ഈ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും.
ഓക്കെ ആണല്ലോ. ആ എക്സെപ്ഷൻസ് ആണ് നിങ്ങൾ കെയർഫുൾ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി, മെറ്റൽസ് ആർ ജനറലി യൂഷ്വലി സോളിഡ്സ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷനാണ് നോട്ട് ചെയ്യേണ്ടത്. മെർക്കുറി ഈസ് എ ലിക്വിഡ്. മെർക്കുറി ഈസ് ദ ഓൺലി മെറ്റൽ വിച്ച് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു മെറ്റലാണെന്ത്? മെർക്കുറി. ഓക്കെ ആണല്ലോ. ദെൻ മെറ്റൽസ് ആർ യൂഷ്വലി ഹാർഡ്. അവിടെയും നമുക്ക് എക്സെപ്ഷൻ വരുന്നുണ്ട്. ലിഥിയം, സോഡിയം. ലിഥിയം, സോഡിയം ആർ മെറ്റൽസ് ബട്ട് വിത്ത് ദേ ആർ സോഫ്റ്റ്. ദേ ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. നമുക്കൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് മെറ്റൽസ് ആണ്, ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ് സോഡിയം, ലിഥിയം എക്സെട്ര. ഓക്കെ. ദെൻ മെറ്റൽസ് ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രോപ്പർട്ടി. വാട്ട് ഈസ് മാലിയബിലിറ്റി? Malleability means a metal can be beaten up into thin sheets. നമുക്ക് തിൻ ഷീറ്റ്സ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. Can be beaten up into thin sheets. Can be beaten up into thin sheets. Okay. And also they are ductile. They are ductile. What is ductility? Ductility means it can be drawn into thin wires. Can be drawn into തിൻ വയേഴ്സ് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പം സിൽവറും ഗോൾഡൊക്കെ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അത് നമുക്ക് തിൻ വയേഴ്സായിട്ടും തിൻ ഷീറ്റ്സ് ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. നമ്മളിപ്പം വയറിങ്ങിൽ യൂസ് ചെയ്യുന്ന കോപ്പർ വയറില്ലേ, കോപ്പർ വയർ നമ്മൾ തിൻ വയേഴ്സ് അല്ലേ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സിൽവർ ആണ്. സിൽവർ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവറാണ്. കോപ്പറും നല്ല കണ്ടക്ടറാണ്. സിൽവറാണ്, കോപ്പർ ഈസ് ദി ബെസ്റ്റ് കണ്ടക്ടർ. ഓക്കെ. ദെൻ ദേ ഷോ ലസ്ട്രസ് പ്രോപ്പർട്ടി. വാട്ട് യു മീൻ ബൈ ലസ്ട്രസ്? ലസ്ട്രസ് മീൻസ് ഷൈനി അപ്പിയറൻസ്. ദേ ഹാവ് എ ഷൈനി അപ്പിയറൻസ്. തിളക്കം ഉണ്ടാവും അല്ലേ? ഷൈനി അപ്പിയറൻസ്. മെറ്റൽസ് ഹാവ് ഷൈനി appearance. Okay. Then sonorous. What do you mean by sonorous? Sonorous means they produce sound. അല്ലേ? മെറ്റൽ നമ്മളൊന്ന് മെറ്റൽ ബീറ്റ് ചെയ്താൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദേ ആർ സോണോറസ്. ദേ പ്രൊഡ്യൂസ് സൗണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എക്സെപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. എക്സെപ്ഷൻ ഓർമ്മിച്ച് നോക്കണം. ഗാലിയം, സീഷ്യം. രണ്ട് എലമെൻറ്റ്സ് ആണ് ഗാലിയം, സീഷ്യം. ഗാലിയം, സീഷ്യം മെറ്റൽസ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അത് നമ്മുടെ പാമിൽ വെച്ചാൽ തന്നെ, ജസ്റ്റ് നമ്മുടെ പാമിൽ വെച്ചാൽ തന്നെ നമ്മളെ പാമിലുള്ള ടെമ്പറേച്ചർ കൊണ്ട് അതെന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ. ഹാവ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്, മെൽറ്റ്സ് ഇൻ ദി പാം. ഓക്കെ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്. ലിസൺ. നോൺ മെറ്റൽസ് ആർ ജനറലി സോളിഡ്സ് ഓർ ഗ്യാസസ്. അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബ്രോമിൻ ഈസ് എ ലിക്വിഡ് നോൺ മെറ്റൽ. ബ്രോമിൻ ഈസ് എ ലിക്വിഡ് നോൺ മെറ്റൽ. സോ നോൺ മെറ്റൽസ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗാഷ്യസ് ഫോം. സോളിഡ് ഫോമിലും ലിക്വിഡ് ഫോമിലും ഗാഷ്യസ് ഫോമിലും നോൺ മെറ്റൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ദേ ആർ ജനറലി സോഫ്റ്റ്. സോഫ്റ്റ് ആണ്, പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. മക്കളെ ഓർമ്മിച്ച് നോക്കണം. ഡയമണ്ട്. ഡയമണ്ട് എലമെൻ്റ് അല്ല. ഡയമണ്ട് ഈസ് എൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. നമ്മൾ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡയമണ്ട് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് അല്ലേ? അതേപോലെ കാർബണിൻ്റെ മറ്റൊരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ഓക്കെ ആണല്ലോ. ഡയമണ്ട് ഈസ് എൻ അലോട്രോപ്പ് ഓഫ് കാർബൺ ആൻഡ് ഇറ്റ് ഈസ് ദി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഓക്കെ. ദെൻ ദേ ആർ ബ്രിട്ടിലാണ്. ഓക്കെ. ദെൻ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡയമണ്ടിൻ്റെ കാർബണിൻ്റെ മറ്റൊരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ. ദെൻ ദേ ആർ നോൺ ലസ്റ്റർ. നോൺ ലസ്ട്രസ് ആണ്, പക്ഷേ അവിടെയും നമുക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. അയോഡിൻ ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് ഈസ് ലസ്ട്രസ്. ഓക്കെ ആണല്ലോ. ഈ എക്സെപ്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ. വളരെ സിമ്പിളാണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ. ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്സ്. നമുക്കറിയുന്ന കാര്യമാണ്. മെറ്റൽ plus oxygen gives
മെറ്റൽ ഓക്സൈഡ്സ്. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്ക് അല്ലേ, ഒരു മെറ്റലാണ്, ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ZnO സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോഡിയം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പം സോഡിയം ഓക്സൈഡ് Na2O. ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്സ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സം മെറ്റൽ ഓക്സൈഡ്സ് ഷോ ബോത്ത് ആസിഡിക് ആൻഡ് ബേസിക് ബിഹേവിയർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആണല്ലോ. അപ്പം ബേസിക് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡും ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് മക്കളെ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണല്ലോ. വാട്ട് ഈസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? റിയാക്ഷൻ ഓഫ് എൻ ആസിഡ് വിത്ത് ബേസ് പ്രൊഡ്യൂസ് സാൾട്ട് ആൻഡ് വാട്ടർ അല്ലേ? ആസിഡും ബേസും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. മെറ്റൽ സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതൊരു റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ആയതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സാൾട്ടും വാട്ടറും ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ ആണല്ലോ. പക്ഷേ ചില മെറ്റൽ ഓക്സൈഡ്സ്, ശ്രദ്ധിക്കണേ, ചില മെറ്റൽ ഓക്സൈഡ്സ് ആസിഡുമായിട്ടും കമ്പൈൻ ചെയ്യും, അതുപോലെ ബേസസുമായിട്ടും കമ്പൈൻ ചെയ്യും. അങ്ങനത്തെ മെറ്റൽ ഓക്സൈഡ്സിൽ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ആംഫോട്ടറിക് ഓക്സൈഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. ആംഫോട്ടറിക് ഓക്സൈഡ്സ്. വാട്ട് ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ്? Amphoteric oxides are metal oxides which react with both metals and non-metals. മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്യും, അതുപോലെ നോൺ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യും. 4 ആംഫോട്ടറിക് ഓക്സൈഡ്സ് ഉണ്ട്. 4ൻ്റെയും പേര് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചൂസ് ദ ഓഡ് വൺ ഔട്ട്. ചൂസ് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്ഷൻസ് തന്നത് ZnO, PbO, CaO, then Al2O3. അങ്ങനെയായിരുന്നു ഓപ്ഷൻസ്. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ നമുക്കിത് മനസ്സിലാവില്ല. ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള 4 ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണ്, ഓർമ്മിച്ച് നോക്കുക. അലുമിനിയം ഓക്സൈഡ് Al2O3, ZnO സിങ്ക് ഓക്സൈഡ്, SnO ടിൻ ഓക്സൈഡ്, PbO ലെഡ് ഓക്സൈഡ്. അപ്പം നിങ്ങൾക്കിപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അലുമിനിയം ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്, ഓക്കെ ആണല്ലോ. സിങ്ക് ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആണ്, ഓക്കെ ആണല്ലോ. ദെൻ ലെഡ് ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. ഇത് നമുക്ക് എക്സെപ്ഷൻ ആയിട്ടുള്ളത് കാൽസ്യം ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ 4 ആംഫോട്ടറിക് ഓക്സൈഡ്സും നിങ്ങൾ അറിയണം. Al2O3, ZnO, SnO, PbO, ഓക്കെ ആണല്ലോ. Al2O3 അലുമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, lead oxide, then tin oxide, tin oxide, SnO. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളൂ. ഈ ആംഫോട്ടറിക് ഓക്സൈഡ്സ് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കൊരു ആംഫോട്ടറിക് ഓക്സൈഡിൻ്റെ ആസിഡുമായിട്ടും ബേസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. Al2O3 അലുമിനിയം ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് HCl, ആസിഡാണ് അല്ലേ, ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് AlCl3 അലുമിനിയം ക്ലോറൈഡ്, AlCl3 പ്ലസ് വാട്ടർ, സാൾട്ട് പ്ലസ് വാട്ടർ. ഇനി അതിൻ്റെ ബേസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. Al2O3 ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? ബേസ് അല്ലേ, ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. ആൽക്കലിയാണ്, ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് സോഡിയം അലുമിനേറ്റ് NaAlO2, സോഡിയം അലുമിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും പ്ലസ് വാട്ടർ. അപ്പം Al2O3 ആസിഡുമായിട്ടും ബേസുമായിട്ടും കമ്പൈൻ ചെയ്യും, സാൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ആംഫോട്ടറിക് ഓക്സൈഡ് ആണല്ലോ, ഓക്കെ ആണല്ലോ, വളരെ എളുപ്പമല്ലേ. മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. യൂഷ്വലി നമ്മുടെ മെറ്റൽ ഓക്സൈഡ്സ് വാട്ടറിൽ സോല്യൂബിൾ ആവില്ല. ബട്ട് സം ഓഫ് ദ മെറ്റൽ ഓക്സൈഡ്സ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം ആൽക്കലീസ്. വാട്ടർ ഡിസോൾവിങ് ബേസിനാണല്ലോ നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്, ഓക്കെ ആണല്ലോ. അതിന് എക്സാമ്പിൾ ഒന്ന് ഓർമ്മിച്ച് നോക്കണം. സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡ് Na2O ആണ്, പൊട്ടാസ്യം ഓക്സൈഡ് സിമിലർലി K2O ആണ്. ഈ 2 മെറ്റൽ ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യും. ശ്രദ്ധിച്ചോളൂ, Na2O പ്ലസ് H2O ഗീവ്സ്
NaOH. ഓക്കെ ആണല്ലോ. K2O plus H2O gives KOH. ഓക്കെ. ദെൻ എല്ലാ മെറ്റൽസും ഒരേപോലെയാണോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി അല്ല. പല മെറ്റൽസ് പല രീതിയിലാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ. റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ടുവാർഡ്സ് ഓക്സിജൻ. ഓൾ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് ദ സെയിം റേറ്റ്. ഓക്കെ. പൊട്ടാസ്യം ആൻഡ് സോഡിയം react so vigorously that they catch fire if kept on the open. അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ റിയാക്ടിവിറ്റി സീരീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റിയാക്ടിവിറ്റി സീരീസിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ടോപ്പ് എലമെൻറ്റ്സ് ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എക്സെട്ര. ഓക്കെ ആണല്ലോ. ദേ ആർ ഹൈലി റിയാക്റ്റീവ് എലമെൻറ്റ്സ് ഓർ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ്. ഈ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് റിയാക്ടിവിറ്റി കൂടുതലായിട്ട് തന്നെ മറ്റുള്ള എലമെൻറ്റ്സുമായിട്ട് പെട്ടെന്ന് കമ്പൈൻ ചെയ്യും. ഇപ്പം എയറിൽ നമ്മൾ സോഡിയം, പൊട്ടാസ്യം പോലത്തെ എലമെൻറ്റ്സ് എയറിൽ വെച്ച് കഴിഞ്ഞാൽ എയറിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഫയർ ക്യാച്ച് ചെയ്യും. നേരെ നമ്മൾ വെള്ളത്തിലിട്ടാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സോ ദേ യൂഷ്വലി കെപ്റ്റ് ഇൻ കെറോസിൻ ഓയിൽ. ഓക്കെ. to protect them and prevent accidental fires, they are kept in immersed in kerosene oil. Okay. Then at ordinary temperature, the surface of magnesium, zinc, lead etc. are covered with a thin layer of oxide. ഇത് ഓർമ്മിച്ച് വെക്കണേ മക്കളെ. അതായത് നമ്മൾ ആനോഡൈസേഷൻ, ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പഠിക്കും, നമ്മൾ പറയും. അവിടെ നമ്മൾ മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സിങ്കിൻ്റെയോ അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുക്കും മെറ്റൽസിന്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ അലുമിനിയം, സിങ്ക് എയറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഓക്സൈഡ് ലെയർ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഓക്സൈഡ് ലെയർ പ്രിവെൻറ്റ്സ് ഫർദർ കൊറോഷൻ. അത് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ സർഫേസസ് ഓഫ് magnesium, aluminum, zinc, lead etc. are covered with a thin layer of their oxide. This protective layer prevents the metal from further oxidation. അത് corrosion further oxidation prevent ചെയ്യും. Okay. Then iron does not burn on heating, but iron filings burn vigorously when sprinkled in the flame of the burner. അയൺ നമ്മളൊരു പീസ് ഓഫ് അയൺ വെച്ചാൽ ഫയർ ക്യാച്ച് ചെയ്യില്ല. പക്ഷെ അയണിൻ്റെ നമ്മൾ ഫൈലിങ്സ് നേരിയ അയണിൻ്റെ പൊടികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബേൺ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. എ ബ്ലാക്ക് കളേർഡ് ലെയർ ഓഫ്, ശ്രദ്ധിക്കൂ, നെക്സ്റ്റ്, കോപ്പർ ഡസ് നോട്ട് ബേൺ ബട്ട് ദ ഹോട്ട് മെറ്റൽ ഈസ് കോട്ടഡ് വിത്ത് എ ബ്ലാക്ക് കളേർഡ് ലെയർ ഓഫ് കോപ്പർ ഓക്സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കോപ്പർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കോപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കോപ്പർ ഓക്സൈഡ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ കോപ്പറിൻ്റെ കളർ നിങ്ങൾക്കറിയാം, ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. ഈ കളറാണ് നമ്മൾ ഈ കെമിസ്ട്രിയിൽ 10th CBSE എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കളർ ചേഞ്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ കോപ്പറിൻ്റെ കളർ റെഡിഷ് ബ്രൗൺ ആണ്. ഇത് എയറിൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കോപ്പർ ഓക്സൈഡിൻ്റെ കളർ ബ്ലാക്കാണ്. ക്വസ്റ്റൻ ഇങ്ങനെയാണ് കാണാറുള്ളത്. എ സബ്സ്റ്റൻസ് എക്സ് വിച്ച് ഈസ് ഇൻ റെഡിഷ് ബ്രൗൺ കളർ വെൻ എക്സ്പോസ്ഡ് ഇൻ എയർ ഇറ്റ്സ് കളർ ചേഞ്ചസ് ടു ബ്ലാക്ക്. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരണം, ഇതാണ് കാര്യം. കോപ്പർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ബ്ലാക്ക് കളറായിരിക്കും. ഓക്കെ. കോപ്പർ ഡസ് നോട്ട് ബേൺ ബട്ട് ദ ഹോട്ട് മെറ്റൽ ഈസ് കോട്ടഡ് വിത്ത് എ ബ്ലാക്ക് കളേർഡ് ലെയർ ഓഫ് കോപ്പർ ഓക്സൈഡ്. ദെൻ സിൽവർ ആൻഡ് ഗോൾഡ് ഡു നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ ഈവൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ. നമ്മളൊക്കെ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരാണ് അല്ലേ, ഇനേർട്ടാണ്, ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല, റിയാക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യേയില്ല. നെക്സ്റ്റ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ഓക്കെ. മോസ്റ്റ് മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ ഓക്സൈഡ്സ് ദാറ്റ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ ഡിസോൾവ് ടു ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, sodium oxide, potassium oxide etc. They are soluble in water and produces their respective hydroxides. Okay. Metal plus water gives metal hydroxide and hydrogen gas. Metal oxide plus water gives metal hydroxide. എല്ലാ മെറ്റൽസും ഇല്ല, മെറ്റൽ ഓക്സൈഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എക്സെട്ര ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. മെറ്റൽ പ്ലസ് വാട്ടർ, ഇപ്പോൾ ഇതാ ഇവിടെ മെറ്റൽ പ്ലസ് വാട്ടർ ഗീവ്സ്
മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഓക്സിജൻ, മെറ്റൽ ഇവിടെ നോക്കിക്കോളൂ, പൊട്ടാസ്യം പ്ലസ് വാട്ടർ ഗീവ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ ആണല്ലോ. സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. മെറ്റൽ ഓക്സൈഡ്സ്, വാട്ടറിൽ സോല്യൂബിൾ ആകുന്ന മെറ്റൽ ഓക്സൈഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. K2O പ്ലസ് H2O ഗീവ്സ് KOH. Na2O പ്ലസ് H2O ഗീവ്സ് NaOH. കാൽസ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എക്സെട്ര. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? ദെൻ എല്ലാ മെറ്റൽസും വാട്ടറിനോട് ഒരേപോലെയാണോ റിയാക്ട് ചെയ്യുക? അല്ല, നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് വയലൻ്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. പൊട്ടാസ്യം, സോഡിയം എക്സെട്ര റിയാക്ട് വയലൻ്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് വാട്ടറിലും അവയെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അവരെ കെറോസിനിലാണ് നമ്മൾ യൂഷ്വലി കീപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. The reaction is so violent and exothermic that the evolved hydrogen is immediately catches fire. വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും അവർ ഫയർ ക്യാച്ച് ചെയ്യും. And the reaction of calcium with water is less violent. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The reaction of calcium with water is less violent and the heat evolved is not sufficient for the hydrogen to catch fire. നമ്മൾ കാൽസ്യം മെറ്റൽ അല്ലെ മഗ്നീഷ്യം കാൽസ്യം പോലത്തെ മെറ്റൽസ് നമ്മൾ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഫയറൊന്നും ക്യാച്ച് ചെയ്യില്ല, പക്ഷെ അവർ ഫ്ലോട്ട് ചെയ്യും. നോക്കിക്കോളൂ, കാൽസ്യം സ്റ്റാർട്ട്സ് ഫ്ലോട്ടിങ്. ഈ കാൽസ്യം എന്ത് ചെയ്യും? വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ കാൽസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കാൽസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റിക്ക് ടു ദി സർഫേസ് ഓഫ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ സർഫേസിൽ വന്നിട്ട് സ്റ്റിക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ കാൽസ്യം എന്ത് ചെയ്യും? ഇങ്ങനെ വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ദ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫോംഡ് സ്റ്റിക്ക് ടു ദി സർഫേസ് ഓഫ് കാൽസ്യം ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോട്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ. സിമിലർലി മഗ്നീഷ്യം ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇറ്റ് റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ. അതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഹോട്ട് വാട്ടറിലാണ് റിയാക്ട് ചെയ്യുക. ഓർമ്മിക്കണേ, എക്സാമിന് ചോദിക്കാറുണ്ട് എലമെൻറ്റ് എക്സ് റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ. അപ്പോൾ ആരാണ്? മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ടല്ല റിയാക്ട് ചെയ്യുക, മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. കാൽസ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. നോട്ട് ചെയ്യാം. ആൻഡ് ഫോം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഇറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ഫ്ലോട്ട്. ഈ മഗ്നീഷ്യം ഹോട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും, കാൽസ്യം കോൾഡ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ. അലുമിനിയം, അയൺ, സിങ്ക് ഡു നോട്ട് റിയാക്ട് എയ്തർ വിത്ത് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ. ഈ അലുമിനിയം, അയൺ, സിങ്ക് എക്സെട്ര. ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ. ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല, കോൾഡ് വാട്ടർ ഹോട്ടുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷേ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. അത് നമ്മൾ ഗ്യാഷ്യസ് ഫോമിലുള്ള വാട്ടർ വേപ്പർ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസ് റെസ്പെക്റ്റീവ് മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. എന്നിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും, ഓക്സൈഡ് ആവും. അയണിൻ്റെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താണ് അയണിൻ്റെ കൊറോഷൻ അല്ലേ? അയൺ എയറിൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അയണിൻ്റെ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊറോഷൻ, റെസ്റ്റിംഗ് ഓഫ് അയൺ നമ്മൾ പറയുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. റിയാക്ഷൻ വിത്ത് ആസിഡ്സ് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ആസിഡ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങൾ മുന്നേ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസൊക്കെ പറഞ്ഞതാണ്. അത് പഠിക്കേണ്ട ട്രിക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെ വെറും 4 പിക്ചേഴ്സിൽ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യം ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. So reaction with acids. Metals combines with acid to produce salt and hydrogen gas. മെറ്റൽസ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോർ എക്സാമ്പിൾ സിങ്ക് കമ്പൈൻസ് വിത്ത് ആൻ ആസിഡ് HCl ടു പ്രൊഡ്യൂസ് സിങ്ക് ക്ലോറൈഡ് ZnCl2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ ആണല്ലോ. ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് നോട്ട് ഇവോൾവ്ഡ് വെൻ മെറ്റൽ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നൈട്രിക് ആസിഡ് എന്താണ്?
HNO3 ആണ് നൈട്രിക് ആസിഡ്. ഓക്കെ ആണല്ലോ. നൈട്രിക് ആസിഡിൻ്റെ കാര്യങ്ങൾ ആസിഡ് ബേസ് സാൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നൈട്രിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. വൈ? ബിക്കോസ് നൈട്രിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അത് ഹൈഡ്രജനെ അപ്പം തന്നെ ഓക്സിഡൈസ് ചെയ്തിട്ട് വാട്ടറാക്കി കളയും. ഹൈഡ്രജൻ്റെ ഒപ്പം ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജനെ വാട്ടറാക്കി കളയും. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ബിക്കോസ് നൈട്രിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. It oxidizes the hydrogen produced to water and itself reduced to one of the nitrogen oxide. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ. മഗ്നീഷ്യം ആൻഡ് മാംഗനീസ് റിയാക്ട് വിത്ത് വെരി ഡൈല്യൂട്ട് HNO3. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഈ നമ്മൾ പറഞ്ഞല്ലോ നൈട്രിക് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. 2 മെറ്റൽസ്, അതായത് നമ്മുടെ മഗ്നീഷ്യം മാംഗനീസ്. ഓർമ്മിച്ച് നോക്കണേ, ആരൊക്കെയാണ്? മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കുക. മഗ്നീഷ്യം മാംഗനീസ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. മഗ്നീഷ്യം മാംഗനീസ് ഇവിടെ കാണാൻ പറ്റും. മഗ്നീഷ്യം മാംഗനീസും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഓക്കെ. എക്സാമ്പിൾസ് ഇവിടെ Na+HCl gives NaCl plus H2, iron plus HCl gives iron chloride plus H2, magnesium plus H2SO4 hydrosulfuric acid ആണ്. magnesium sulfate plus hydrogen gas, aluminum plus H2SO4 gives aluminum sulfate plus hydrogen gas. Next we are going to discuss about the reaction of metals with other metal salt solution. അതായത് ഒരു മെറ്റൽ വേറൊരു മെറ്റലിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആസ്പെൻ റിയാക്ഷൻ, അതായത് ഒരു ഹൈ റിയാക്റ്റീവ് മെറ്റലിന് ഒരു ലെസ് റിയാക്റ്റീവ് മെറ്റലിന് അതിൻ്റെ സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അത് നമുക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് അറിയണം അല്ലേ. റിയാക്ടിവിറ്റി സീരീസ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം അത് കണ്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് കാണും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിയാക്ടിവിറ്റി സീരീസും പഠിക്കാൻ പറ്റും. ഓക്കെ. അതിൻ്റെ കീവേഡ് എന്തായിരുന്നു? PSC, മസിൽ, ഹൈക്കോർട്ട്, മെസ്സേജ്. പി നമുക്കറിയാം പൊട്ടാസ്യമാണ്. എസ് സോഡിയമാണ്. സി കാൽസ്യമാണ്. ഓക്കെ. ഹൈലി റിയാക്റ്റീവ് ആണ്. എം മഗ്നീഷ്യമാണ്. എ അലുമിനിയം ആണ്. സെഡ് സിങ്കാണ്. ഐ അയൺ ആണ്. എൽ ലെഡാണ്. ദെൻ ഹൈക്കോർട്ട് എച്ച് ഹൈഡ്രജൻ ആണ്. സി കോപ്പറാണ്. ദെൻ മെർക്കുറിയാണ് എം. എസ് സിൽവറാണ്. ജി ഗോൾഡാണ്. ഇപ്പോൾ ഹൈ റിയാക്റ്റീവ് മെറ്റലിന് അതിന് താഴെയുള്ള ലെസ് റിയാക്റ്റീവ് മെറ്റലിന് അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സൊല്യൂഷൻ. മെറ്റൽ എ പ്ലസ് സാൾട്ട് സൊല്യൂഷൻ ഓഫ് ബി ഗീവ്സ് സാൾട്ട് സൊല്യൂഷൻ ഓഫ് എ പ്ലസ് മെറ്റൽ ബി. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാൻ പറ്റും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമ്പിളാണ് ഞാനിവിടെ പറയുന്നത്. കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കളർ ചേഞ്ച് ആണ്. 2 റിയാക്ഷൻസ് എഴുതിയിടാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. Fe plus CuSO4 gives FeSO4 plus Cu. Then Cu plus FeSO4 gives CuSO4 plus Fe. ഇതിൽ ഏത് റിയാക്ഷൻ പോസിബിൾ ആണ്, ഏത് റിയാക്ഷൻ പോസിബിൾ അല്ല നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ പറ്റുമല്ലോ അല്ലേ. നമ്മൾ നോക്കുക, ഇവിടെ ഇപ്പോൾ അയേണും കോപ്പറുമാണ്. അയേണിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നോക്കേണ്ടത്? അയേണിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമോ നോക്കണമെങ്കിൽ നമ്മൾ അത് രണ്ടിൻ്റെ പൊസിഷൻ നോക്കണം. ഇത് അയേൺ ഇവിടെയാണ്, കോപ്പർ താഴെയാണ്. അപ്പോൾ അയേണിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റും. അയേണിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാം. കോപ്പറിന് അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമോ? ഇല്ല. സോ അയേണിന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അയേൺ സൾഫേറ്റും കോപ്പറും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കോപ്പറിന് അയേണിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ റിയാക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് റിയാക്ഷൻ അയേണിൻ്റെ നെയിൽ കോപ്പർ സൾഫൈഡ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ, ഇതിനൊരു വേറൊരു പേരുണ്ട്, ബ്ലൂ വിട്രോൾ. ഞാനിപ്പോൾ എഴുതുന്ന ഈ മാർക്കറിൻ്റെ കളർ തന്നെയാണ് ഡാർക്ക് ബ്ലൂ കളറായിരിക്കും. ഓക്കെ. ഇപ്പോൾ കളർ ചേഞ്ച് ഓർമ്മിക്കുക. ബ്ലൂ വിട്രോൾ ബ്ലൂ കളറാണ്. ആരെ കളറ്? കോപ്പർ സൾഫേറ്റിൻ്റെ.
അപ്പം ഈ അയൺ നെയിൽ കുറച്ച് സമയം ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ ആഫ്റ്റർ സം ടൈം ഈ ഒബ്സർവേഷൻസ് എപ്പോഴും ചോദിക്കാം. ആഫ്റ്റർ സം ടൈംസ് യു ക്യാൻ സീ ദാറ്റ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫെയ്ഡ്സ്. കളർ ആ ഡാർക്ക് ബ്ലൂ കളർ ഫെയ്ഡ് ചെയ്ത് ഇവഞ്ച്വലി ഇറ്റ് ബിക്കംസ് കളർലെസ്. അത് അവസാനം അത് കളർലെസ് ആയിട്ട് മാറും. ആൻഡ് എ ലെയർ ഓഫ് കോപ്പർ ഈസ് ഫോംഡ് ഓൺ ദിസ് അയൺ നെയിൽ. ഈ അയൺ നെയിലിൻ്റെ മുകളിൽ റെഡിഷ് ബ്രൗൺ കോപ്പറിൻ്റെ ലെയർ ഫോം ചെയ്യുന്ന കാണാം. ഇപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് അയൺ ആര് ഡിസ്പ്ലേസ് ചെയ്തു? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് കോപ്പർ എവിടെ ഫോം ചെയ്യും? അയൺ നെയിലിൻ്റെ മുകളിൽ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൊല്യൂഷൻ ഫെറസ് സൾഫേറ്റ് കളർ എന്താണ്? ഫെറസ് സൾഫേറ്റിൻ്റെ കളർ പെയിൽ ഗ്രീനാണ്. ഇപ്പോൾ സൊല്യൂഷൻ്റെ കളർ എന്താവും? ഫെയ്ഡ് ആകാൻ തുടങ്ങും. റിയാക്ഷൻ പോസിബിളാണ്. ഇവിടെ നോക്കിക്കോളൂ, നേരെ തിരിച്ചാണ്. കോപ്പർ നെയിൽ അയൺ സൾഫേറ്റിലും ഡിപ്പ് ചെയ്ത് വെച്ചല്ലോ. ഇതാണ് റിയാക്ഷൻ നടക്കില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫെറസ് സൾഫേറ്റ് ഇതിൻ്റെ പേര് ഗ്രീൻ വിട്രോൾ എന്നാണ്. ഗ്രീൻ വിട്രോൾ ഒരു പെയിൽ ഗ്രീൻ കളറാണ്. പെയിൽ ഗ്രീൻ കളറാണ് ഫെറസ് സൾഫേറ്റിൻ്റെ. പെയിൽ ഗ്രീൻ. റിയാക്ഷൻ നടക്കില്ല. കാരണം കോപ്പറിന് ആരെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല? കോപ്പറിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം കോപ്പർ റിയാക്ടിവിറ്റി സീരീസിൽ താഴെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പീരിയോഡിക് ടേബിളിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ നമ്മുടെ ഗ്രൂപ്പ് 18 ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് മൊത്തം 18 ഗ്രൂപ്പ്സ്. അതിൽ ഗ്രൂപ്പ് 18 എന്ന് പറഞ്ഞിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റേഡോൺ എക്സെട്ര. ഈ എലമെൻസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. ഇപ്പോൾ അതിൽ ഹീലിയം എന്ന് പറഞ്ഞ എലമെൻറ്റ് സെക്കൻഡ് എലമെൻ്റ് ആണ്. അതിന് ഒരു ഷെല്ലേ ഉള്ളൂ. ഒരു ഷെല്ലുള്ള എലമെൻറ്റ്സിന് 2 ഇലക്ട്രോൺസേ വേണ്ടൂ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട്. ഒന്നിൽ കൂടുതൽ ഷെല്ലുള്ള ഇലക്ട്രോൺസിന് സ്റ്റേബിൾ ആകാൻ 8 ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഓൾറെഡി അവർ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തതാണ്. നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയും നമ്മളതിന്. 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇലക്ട്രോൺസിൻ്റെ ആവശ്യമില്ല സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് അവർ ലേസിയാണ്, ഇനേർട്ടാണ്. അതുകൊണ്ടാണ് അവരെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മൾ പറയുന്നത്. വൈ ഇനേർട്ട് ഗ്യാസസ് ആർ ഇനേർട്ട്? The outermost shell of noble gases contain 8 electrons. ഓക്കെ ആണല്ലോ. No other elements have 8 electrons in their valence shell. ഈ നോബിൾ ഗ്യാസസ് അല്ലാതെ വേറെ ഒരു എലമെൻറ്റും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് അല്ല. ഓക്കെ. ആൻഡ് ദിസ് കോൺഫിഗറേഷൻ ഓഫ് 8 ഇലക്ട്രോൺ ഈസ് നോൺ ആസ് octet. Atoms of other elements attain stability if they get 8 electrons in their outermost shell. അപ്പോൾ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് അവർ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് 8 ഇലക്ട്രോൺസ് ആകാൻ വേണ്ടി ചിലപ്പോൾ ഉള്ള ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും, ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ആൻഡ് സംടൈംസ് ദേ ഷെയർ ദെയർ ഇലക്ട്രോൺസ് ഓൾസോ. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടും ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്നൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ അടുത്തത് പഠിക്കാനുള്ളത് അയോണിക് ബോണ്ടിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ബോണ്ടിങ് ആണ്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഇലക്ട്രോൺസ് പെയറിനെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. അതിനെ നമ്മൾ പറയുന്നത് കോവാലൻ്റ് ബോണ്ടിങ് എന്നാണ്. നമ്മൾ ഓൾറെഡി കാർബൺ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അയോണിക് ബോണ്ടിങ്. എന്താ നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ പറഞ്ഞ നോബിൾ ഗ്യാസ് ഹീലിയം ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഷെൽ ഒരു ഷെല്ലേ ഉള്ളൂ, 2 ഇലക്ട്രോൺസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇനേർട്ടാണ്. ഓക്കെ. നിയോൺ 2 8 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ലിൽ 8 കംപ്ലീറ്റ് ആയി. ആർഗൺ 2 8 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8. ഔട്ടർ മോസ്റ്റ് ഷെല്ലെല്ലാം 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റഡ് ആണ്. അതുകൊണ്ട് ഇനി അവർ ഇനേർട്ടാണ്. ഓക്കെ. സോഡിയം 11th എലമെൻ്റ് ആണ്. 2 8 1 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ, 8 ആവണം. ഓക്കെ. മഗ്നീഷ്യം 12th എലമെൻ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 8 ആവണം. അലുമിനിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3. അലുമിനിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 13th എലമെൻ്റ് ആണ്. പൊട്ടാസ്യം 19th എലമെൻ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1. ദെൻ കാൽസ്യം 20th എലമെൻ്റ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2. എല്ലാ എലമെൻറ്റ്സും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആകാൻ വേണ്ടിയിട്ട് ആണ് അവരെ എയിം. ഓക്കെ ആണല്ലോ.
നോൺ മെറ്റൽസിൻ്റെ കേസ് നോക്കിയാൽ നൈട്രജൻ 7th element ആണ്, ഔട്ടർമോസ്റ്റ് ഷെൽ 5. ഓക്സിജൻ 8th element ആണ്, ഔട്ടർമോസ്റ്റ് ഷെൽ 6. ഫ്ലൂറിൻ 9th element ആണ്, ഔട്ടർമോസ്റ്റ് ഷെൽ 7. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഫോസ്ഫറസ് 15th element, ഔട്ടർമോസ്റ്റ് ഷെൽ 5. സൾഫർ ഔട്ടർമോസ്റ്റ് ഷെൽ 6. ആരും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ആയവർ നമ്മുടെ നോബിൾ ഗ്യാസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ എലമെൻറ്റ്സും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെ? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ട് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഹൗ സോഡിയം അറ്റൈൻ സ്റ്റെബിലിറ്റി. സോഡിയം എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കറിയാം സോഡിയം ഈസ് അവർ 11th element ഇൻ ദ പീരിയോഡിക് ടേബിൾ. അറ്റോമിക് നമ്പർ 11 ആണ്, മാസ് നമ്പർ 23 ആണ്. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് മാത്രം വേണ്ടി ഞാൻ പറയാം. ഒരു എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് സെഡ് എ എന്ന് പറഞ്ഞിട്ടാണ്. എക്സ് സെഡ് എ, വേർ സെഡ് ഈസ് ദി അറ്റോമിക് നമ്പർ and A is the mass number. Atomic number is the number of protons. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് atomic number. And for a neutral atom it is equal to number of electrons. ന്യൂട്രൽ ആറ്റത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതായത് നമുക്കറിയാമല്ലോ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ സെൻറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഉണ്ടാവും, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇതിനെ ചുറ്റിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് അല്ലേ, ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൗണ്ട് ദിസ് ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ്ഡ് പാത്ത് ഓർബിറ്റ്. നമ്മൾ പഠിച്ചതാണ്. ഒന്നാം ഷെല്ലിൽ 2 എണ്ണം ഉണ്ടാവും, 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. പിന്നെ 8 അല്ലേ, അങ്ങനെ കെ ഷെല്ല്, എൽ ഷെല്ല് അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ സോഡിയത്തിൻ്റെ കേസ് നോക്കിക്കോളൂ. സോഡിയം 1123 ആണ്. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും 11 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, പിന്നെ 1. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആകണം. 8 ആകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഉള്ളൂ. 8 ആകാൻ വേണ്ടി ഒന്നിക്കൽ അവർ സോഡിയം 7 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യണം. 7 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്താൽ 1 + 7 8 ആയല്ലോ. ഇല്ലെങ്കിൽ ഉള്ള ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം. അപ്പം ഈ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആയല്ലോ. ഏതാണ് എളുപ്പം? 7നെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ 1നെ ഡൊണേറ്റ് ചെയ്യുന്നതാണോ? തീർച്ചയായിട്ടും 1നെ ഡൊണേറ്റ് ചെയ്യുന്നതല്ലേ എളുപ്പം. ഓക്കെ ആണല്ലോ. അപ്പോൾ സോഡിയം എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. നോക്കിക്കോളൂ, സോഡിയം Na പ്ലസ് ഇലക്ട്രോൺ. എന്താണ് ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ? അതായത് Na ഓൾറെഡി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11. ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ ഇലക്ട്രോൺ എത്രയായി? 10 ആയി. ഇലക്ട്രോൺ 10 ആയി. പ്രോട്ടോൺ എത്രയുണ്ട്? പ്രോട്ടോൺ ഓൾറെഡി 11 ഉണ്ട്, 11 ഉണ്ട്. ഒരു പ്രോട്ടോൺ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതൽ. അപ്പോൾ Na എന്താവും? Na+ ആവും. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് Na++ ഇലക്ട്രോൺ. അപ്പോൾ എത്രയായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 281 എന്നുള്ളത് 28 ആയി. പോസിറ്റീവ് അയോണിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് കാറ്റയോൺ. അപ്പോൾ സോഡിയം കാറ്റയോൺ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ക്ലോറിൻ്റെ കേസ് നമുക്കറിയാം. ക്ലോറിൻ 17th element ആണ്, 35.5 ആണ് മാസ് നമ്പർ വലിയ കാര്യമില്ല. നിങ്ങൾ ഈ അറ്റോമിക് നമ്പർ അറിഞ്ഞു വെച്ചാൽ അത് 17th element ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ 287 ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ആണ്, 8 ആവണം. 8 ആവണമെങ്കിൽ ഒന്നിക്കൽ 7 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഏതാണ് എളുപ്പം? ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എന്താവും? ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ 288 ആവും. മക്കളെ, സോഡിയത്തിൻ്റെ അടുക്ക ഒരു ഇലക്ട്രോൺ കൂടുതലില്ലേ? ആ ഒരു ഇലക്ട്രോൺ കൂടുതലിനെ ആരെ ആക്സെപ്റ്റ് ചെയ്താൽ മതി? ക്ലോറിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് NaCl ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിൻ ഓൾറെഡി 287 ആണ്. ഓക്കെ ആണല്ലോ. ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. Cl+ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ Clന് ഓൾറെഡി എത്ര ഇലക്ട്രോണാണ് ഉള്ളത്? 17 ഇലക്ട്രോൺസും 17 പ്രോട്ടോൺസും അല്ലേ. ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺസ് എത്രയായി? 18 ആയി. ഒരു ഇലക്ട്രോണും പ്രോട്ടോൺ എത്രയേ ഉള്ളൂ? 17 പ്രോട്ടോണേ ഉള്ളൂ. ഒരു നെഗറ്റീവ് ചാർജ് കൂടുതലായില്ലേ. അപ്പം Cl എന്താവും? Cl- ആനയോൺ ആവും. ആനയോൺ. അപ്പോൾ അവരെന്തായി? 287 എന്നുള്ളത് ക്ലോറിൻ 288 ആയി. അപ്പോൾ ഇങ്ങനെ കാറ്റയോണും ആനയോണും തമ്മിലുള്ള
അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. ഇനി ഈ സോഡിയവും ക്ലോറിനും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് മക്കളെ ഉള്ളത്? 1. ഓക്കെ ആണല്ലോ. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 7 ആണ്. ഞാൻ ഇത് ക്രോസ് ഇട്ടിട്ടുണ്ട്. ക്ലോറിൻ്റെ അത് ക്രോസ് ഇട്ടു, സോഡിയത്തിൻ്റെ ഡോട്ട് ഇട്ടു. സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിന് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടി, സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ സോഡിയം എന്താവും? Na+ ആവും, കാറ്റയോൺ ആവും. ക്ലിയർ ആണല്ലോ. Na+ ആയി. ക്ലോറിനോ ഒരു ഇലക്ട്രോൺ കിട്ടി, ക്ലോറിൻ എന്തായി? മൈനസ് ആയി, Cl-. ഓക്കെ ആണല്ലോ. സോഡിയം ആൻഡ് ക്ലോറിൻ അയോൺ ക്ലോറൈഡ് അയൺ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ്. Na+ ആണ്, Cl- ആണ്. ദേ അട്രാക്ട് ഈച്ച് അതർ. സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ദേ ആർ ഹെൽഡ് ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടു എക്സിസ്റ്റ് ആസ് സോഡിയം ക്ലോറൈഡ്. ഇങ്ങനെയാണ് നമ്മളെ കോമൺ സാൾട്ട് NaCl കോമൺ സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മക്കളെ, സോഡിയവും ക്ലോറിനും കൂടി ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അയോണിക് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടില്ലേ? ഇതേപോലെ ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് വരക്കുന്ന ഈ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഒക്കെ ഇതേപോലത്തെ എലമെൻസിൻ്റെ സ്ട്രക്ചറിനെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. മിക്കവാറും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ, അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരച്ച് പഠിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് കുറച്ച് എലമെൻറ്റ്സിനെ ശ്രദ്ധിക്കാം. NaCl നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് MgCl2, മാഗ്നീഷ്യം ക്ലോറൈഡ്. മാഗ്നീഷ്യം ക്ലോറൈഡ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരക്കണം. മാഗ്നീഷ്യം ക്ലോറൈഡ് ശ്രദ്ധിച്ചോളൂ. മാഗ്നീഷ്യം നമുക്കറിയാം 12th എലമെൻ്റ് ആണ് അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. ക്ലോറിൻ 17th എലമെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം MgCl2 ആണ്. അപ്പോൾ 2 ക്ലോറിൻ ഉണ്ട്, ഒരു മാഗ്നീഷ്യം. ഓക്കെ ആണല്ലോ. മഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2. ഓക്കെ, പ്ലസ് ക്ലോറിൻ 2 ക്ലോറിൻ ഉണ്ട്, രണ്ടും വരക്കണം. ഞാൻ ക്രോസ് ഇട്ടിട്ട് വരക്കുന്നു. 7. അടുത്ത ക്ലോറിൻ 7. ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് പോവും, ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് പോവും. ഓക്കെ ആണല്ലോ. മഗ്നീഷ്യത്തിന് എത്ര ഇലക്ട്രോൺസ് ലോസായി? 2 ഇലക്ട്രോൺസ് അല്ലെ 2 ഇലക്ട്രോൺസ് ലോസായി. അപ്പോൾ Mg എന്താവും? Mg2+ കാറ്റയോൺ ആവും. ഐഡിയ ക്ലിയർ ആണല്ലോ. 2 ഇലക്ട്രോൺ പോയി, 2 പോസിറ്റീവ് ചാർജ് കൂടുതലായി. ഓക്കെ, എത്ര ക്ലോറിൻ ഉണ്ട്? ക്ലോറിൻ 2 ഉണ്ട്. അപ്പോൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കാം മക്കൾ, ഇങ്ങനെ തന്നെ വരക്കണം. ഇവിടെ ഒരു ഇലക്ട്രോൺ മഗ്നീഷ്യത്തിൻ്റെതാണ്, ഈ 2 ക്ലോറിൻ ഉണ്ട്. ഇപ്പോൾ 2 ക്ലോറിനും കൂടി 1 ഈച്ച്. ഓക്കെ ആണല്ലോ. ഓരോ ക്ലോറിനും കിട്ടിയത് എത്രയാണ്? മൈനസ് ഒരു ഇലക്ട്രോൺ ആണ്. അപ്പോൾ Cl2-. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. ഇതിൻ്റെ അർത്ഥം ഒരു ക്ലോറിന് 2 ഇലക്ട്രോൺ കിട്ടിയെന്നാണ്. ഇങ്ങനെ എഴുതാൻ പാടില്ല. Cl2-. ഓക്കെ ആണല്ലോ. മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോരോ കോമ്പൗണ്ട് നോക്കാം. AlCl3. ദിസ് ഈസ് അലുമിനിയം ക്ലോറൈഡ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1 അലുമിനിയം 3 ക്ലോറിൻ. ഓക്കെ ആണല്ലോ. അലുമിനിയം 13th എലമെൻ്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283. ക്ലോറിൻ നമുക്കറിയാം 17th എലമെൻ്റ് ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേ? 3 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഓരോ എലമെൻറ്റ്സും, ഓരോ അലുമിനിയത്തിൻ്റെ ഓരോ ഇലക്ട്രോൺസും ഓരോ ക്ലോറിനിലേക്ക് ഷെയർ ചെയ്യും. ക്ലിയർ ആണല്ലോ. അലുമിനിയം 3 ഇലക്ട്രോൺസ് പ്ലസ് 3 ക്ലോറിൻ. ഫസ്റ്റ് ക്ലോറിൻ, സെക്കൻഡ് ക്ലോറിൻ,
തേർഡ് ക്ലോറിൻ. ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മക്കളെ പറയൂ, അലുമിനിയത്തിന് എത്ര ഇലക്ട്രോൺസ് പോയി? 3 ഇലക്ട്രോൺസ്. സോ Al3 പ്ലസ് കാറ്റയോൺ ആവും. ഓക്കെ ആണല്ലോ. എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ. ഓരോന്നിനും 1 ഇലക്ട്രോൺസ് വെച്ച് ഗെയിൻ ആവും. ഓക്കെ ആണല്ലോ. ഇത് അലുമിനിയത്തിൻ്റെത് Al3 മൈനസ്. This is the correct representation of electron dot structure of aluminum chloride. Okay. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. കാൽസ്യം ഓക്സൈഡ്, ക്യുക്ലൈം. നമുക്കറിയുന്നതാണ് കാൽസ്യം ഓക്സൈഡ്. ക്യുക്ലൈം എന്നാണ് കെമിക്കൽ നെയിം. ഓക്കെ. കാൽസ്യം 20th എലമെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. 2882. ഓക്കെ. ഓക്സിജൻ നമുക്കറിയാം 8th എലമെൻ്റ് ആണ്. 26. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. Ca ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺസ്. ഓക്കെ. പ്ലസ് ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6. 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. കാൽസ്യത്തിന് 2 ഇലക്ട്രോൺ പോയി, Ca2 പ്ലസ് കാറ്റയോൺ. ഓക്കെ ആണല്ലോ. ഓക്സിജൻ 2 ഇലക്ട്രോൺ കിട്ടി, എന്തായി? 2 മൈനസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഓക്സിജനാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതണം, 2 മൈനസ്. വളരെ എളുപ്പമല്ലേ ഇലക്ട്രോൺ സ്ട്രക്ചർ? ഏത് എലമെൻ്റ് ചോദിച്ചാലും നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇത്ര കാര്യം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മിനിമം നിങ്ങളൊരു ആദ്യത്തെ 30 എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ എങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ആദ്യത്തെ 30 എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. Physical nature. Ionic compounds are solids, hard, brittle in nature. They are usually solids. They have high melting and boiling points. They are soluble in polar solvents. What do you mean by polar solvents? Polar solvents, water. Water is a polar solvent. They are soluble in water and insoluble in non-polar solvents like kerosene, petrol, etc. So they are soluble in water and insoluble in kerosene, petrol, etc. Okay. They conduct electricity through solution and non-conductor in solid state. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കണം. They conduct electricity either in aqueous or molten state. അതായത് aqueous സ്റ്റേറ്റിലും മോൾട്ടൺ സ്റ്റേറ്റിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. And they do not conduct electricity in solid state. സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അക്വസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, അക്വസ് സ്റ്റേറ്റിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ 4 പോയിന്റ്സ് ഓർമ്മിച്ച് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? The ionic compounds are usually solids. They have high melting and boiling points. They are soluble in water and insoluble in kerosene, petrol, etc. They conduct electricity in aqueous as well as molten state, but they do not conduct electricity in solid state. Okay ആണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഒക്കറൻസ് ഓഫ് മെറ്റൽസ്. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതായത് മക്കളെ, നമ്മളൊരു മെറ്റലിനെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മെറ്റൽസിന് നമുക്ക് എല്ലാ മെറ്റൽസിനും ഡയറക്റ്റായിട്ട് നമുക്ക് എർത്ത് നിന്ന് കിട്ടില്ല അല്ലേ. ഫ്രീ സ്റ്റേറ്റിൽ കിട്ടുന്നത് വളരെ കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എക്സെട്ര, ദേ ആർ ലീസ്റ്റ് റിയാക്റ്റീവ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും അതിനെ ഫ്രീ സ്റ്റേറ്റിൽ എർത്തിൽ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ബാക്കിയുള്ള മെറ്റൽസിനൊക്കെ നമുക്ക് ഫ്രീ സ്റ്റേറ്റിൽ എർത്ത് നിന്ന് കിട്ടണമെന്നില്ല. അവരെ കോമ്പൗണ്ട് ഫോമിലോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും ഫോമിലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. ഓക്കെ ആണല്ലോ. ഈ മൊത്തം സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്നൊക്കെ പറയും. മെറ്റലർജി, വാട്ട് ഈസ് മെറ്റലർജി? ദ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഒരു ഓറിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സീരീസ് ഓഫ് സ്റ്റെപ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റലർജി. ഓക്കെ. Listen, some metals like gold, silver, platinum, etc. are found in the free state in the earth's crust because they are least reactive.
I already said about it. Most metals are found as oxides, carbonates, sulfides, halides, etc. അതായത് ഞാൻ പറഞ്ഞ പോലെ അവരൊക്കെ സൾഫൈഡ് ഫോമിലോ കാർബണേറ്റ് ഫോമിലോ ഹാലൈഡ് ഫോമിലോ അല്ലെങ്കിൽ ഓക്സൈഡ് ഫോമിലോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഫോമിൽ നിന്ന് നമ്മൾ അവരെ എക്സ്ട്രാക്ട് ചെയ്ത് മെറ്റലിൻ്റെ ഫോമിലേക്ക് മാറ്റിയെടുക്കണം. ഈ സീരീസ് ഓഫ് സ്റ്റെപ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റലർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, മിനറൽസ്. വാട്ട് ആർ മിനറൽസ്? Minerals are elements or compounds which occur naturally inside the earth crust. അതായത് ഞാൻ പറഞ്ഞല്ലോ, എർത്തിൻ്റെ ക്രസ്റ്റിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എലമെൻസിൻ്റെ കോമ്പൗണ്ട് ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനറൽ. മിനറൽസും ഉണ്ട്, അതുപോലെ ഓർസും ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ഓർ ഈസ് എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ്. എല്ലാ മിനറലും എന്തല്ല, ഓർസ് അല്ല. അപ്പോൾ ഓറും മിനറലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓൾ ഓർസ് ആർ മിനറൽസ്. എല്ലാ ഓർസും എന്താണ്, മിനറൽസ് ആണ്. അത് ഡൗട്ടില്ല, എല്ലാ ഓർസും മിനറൽസ് ആണ്. പക്ഷെ എല്ലാ മിനറൽസിനും നമുക്ക് ഓർസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ മെറ്റലിനെ നമുക്ക് കൺവീനിയൻ്റ്ലിയും എഫക്റ്റീവ്ലി, അതായത് കോസ്റ്റ് എഫക്റ്റീവ്ലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറലിനെ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ഓർ എന്ന് പറയുള്ളൂ. ഇപ്പോൾ പല മിനറൽസിലും ആ മെറ്റലിൻ്റെ കണ്ടൻറ്റ് ചിലതിൽ വളരെ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും, ചിലതിന് എളുപ്പത്തിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിലും കൺവീനിയൻ്റ്ലിയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിനറലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഐഡിയ ക്ലിയർ അല്ലേ? സോ ഓർ ഈസ് എ മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി. ആൻഡ് ഗാങ് മീൻസ് ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ ഓർ. ആ ഓറിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ലേ, സോളിഡ്സ് ഉണ്ടാവും, ക്ലേ ഉണ്ടാവും, മഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ, സാൻഡ് ഉണ്ടാവും. ഇതുപോലത്തെ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ പറയുന്ന പേരാണ് ഗാങ്. ഗാങ് ഈസ് ദ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ ഓർ ലൈക്ക് റോക്ക് പാർട്ടിക്കിൾസ്, സാൻഡ് പാർട്ടിക്കിൾസ്, ക്ലേ പാർട്ടിക്കിൾസ് എക്സെട്ര. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. ഓക്കെ, മെറ്റൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദർ ഓർസ് ഇൻ 3 മെയിൻ സ്റ്റെപ്സ്. ദേ ആർ, ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഈസ് ഓൾസോ കോൾഡ് എൻറിച്ച്മെൻറ്റ്. അതിന് എൻറിച്ച്മെൻറ്റ് എന്ന് കൂടി പറയും, ഓർമ്മിച്ച് നോക്കണേ. ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് റിഡക്ഷൻ ടു ദ മെറ്റൽ. മെറ്റലിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കണം, റിഡക്ഷൻ ചെയ്യണം. ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് റിഫൈനിങ്. അത് റിഫൈനിങ് മീൻസ് സിംപിളി പ്യൂരിഫൈങ്. നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്ത മെറ്റലിൽ പിന്നെയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് റിഫൈനിങ്. കുറേ ടെക്നിക്സ് ഉണ്ട്, നമ്മൾ പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഓർ ഗാങ് ഫ്രം ദി ഓർന്ന് ഈ ഗാങ്ങിനെ നമ്മൾ പറഞ്ഞല്ലോ, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻറിച്ച്മെൻറ്റ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് എ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഈ ഒറ്റൊരു ഫിഗറിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഈ എക്സ്ട്രാക്ഷൻ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമ്മൾ എന്താണ്, എൻറിച്ച്മെൻ്റ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഈ ഓർസ് നമുക്ക് മെയിനായിട്ട് എലമെൻറ്റ്സ് 3 ടൈപ്പ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലത്തെ ഹൈ റിയാക്ടിവിറ്റി. എലമെൻറ്റ്സ് ഓഫ് ഓർ മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി അല്ലേ, മീഡിയം റിയാക്ടിവിറ്റി, നമ്മൾ റിയാക്ടിവിറ്റീസിൻ്റെ മിഡിലിൽ വരുന്നത്. പിന്നെ മെറ്റൽസ് ഓഫ് ലീസ്റ്റ് റിയാക്ടിവിറ്റി, അതായത് ദ മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ മെറ്റൽ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി, നമ്മൾ മിഡിലിൽ വരുന്ന. മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി. ഈ സ്ട്രക്ചർ ഒന്ന് എഴുതി പഠിക്കണേ മക്കളെ, ഇപ്പോൾ കയ്യോടെ അത് വരച്ച് വെക്കുന്നതാണ് നല്ലത്. മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി. ഹൈ റിയാക്റ്റീവ് മെറ്റൽസിനെ ഇലക്ട്രോളിസിസ് ചെയ്യുക. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഹൈ റിയാക്റ്റീവ് മെറ്റൽസിനെ ഇലക്ട്രോളിസിസ് മീൻസ് ബൈ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ മോൾട്ടൺ ക്ലോറൈഡ് ഓർ മോൾട്ടൺ സൾഫൈഡ്സോ അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. മോൾട്ടൺ ക്ലോറൈഡ്സിൽ നമ്മൾ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, പ്യുവർ മെറ്റൽ. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിസിസിൽ നമ്മൾ പിന്നെയും അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്യുവർ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ ആണല്ലോ. ദെൻ മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി മെറ്റൽസിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും മക്കളെ. ഒന്ന് കാർബണേറ്റ് ഓറും സൾഫൈഡ് ഓറും.
ശ്രദ്ധിക്കണേ, കാർബണേറ്റ് ഓർ സൾഫൈഡ് ഓർ. കാർബണേറ്റ് ഓറിനെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കാൽസിനേഷൻ. കാൽസിനേഷൻ CC എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാർബണേറ്റ് ഓർ കാൽസിനേഷൻ, CC, കാർബണേറ്റ് കാൽസിനേഷൻ. അത് ഹീറ്റിംഗ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓർ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ് പറയാം. ഓക്കെ. സൾഫൈഡ് ഓറിനെ നമ്മൾ ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റ് ചെയ്യും. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ. ഇത് രണ്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന മെറ്റൽ കിട്ടില്ല. മെറ്റലിൻ്റെ ഓക്സൈഡ് മാത്രമേ കിട്ടുള്ളൂ. ഓക്സൈഡ് ഓഫ് മെറ്റലാണ് കിട്ടുക. അതായത് കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞാലും ഡയറക്റ്റ് മെറ്റൽ കിട്ടില്ല, മെറ്റലിൻ്റെ ഓക്സൈഡാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ഈ ഓക്സൈഡ് മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ പോലത്തെ എലമെൻറ്റ്സ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യും. കാർബണോ അലുമിനിയം ഒക്കെ പോയി നമ്മൾ എലമെൻറ്റ്സ് വെച്ചിട്ട് റിഡക്ഷൻ ചെയ്യും. റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? മെറ്റൽ കിട്ടും. മെറ്റലിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? റിഫൈൻ ചെയ്യും. ഓക്കെ ആണല്ലോ. ലോ റിയാക്റ്റീവ് മെറ്റൽസ് മിക്കവാറും ഏത് ഫോമിലാണ് ഉണ്ടാവുക? സൾഫൈഡ് ഫോമിലാണ് ഉണ്ടാവുക. സൾഫൈഡ് ഓറായിട്ടാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും? റോസ്റ്റ് ചെയ്യും. ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ചെയ്യും. റോസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മെറ്റൽ കിട്ടും. മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും? റിഫൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ മൊത്തം കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ലോ ഇൻ ദി ആക്ടിവിറ്റി സീരീസ്. അതായത് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ താഴെ, അതായത് നമുക്ക് കോപ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കോപ്പർ, മെർക്കുറി, പിന്നെ നമ്മുടെ ഗോൾഡ്, അതുപോലെ സിൽവർ, പ്ലാറ്റിനം, ഇതൊക്കെ ഫ്രീ സ്റ്റേറ്റ് കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുന്നിലെത്തതാണ്. അതായത് നമ്മളെ മെർക്കുറി, പിന്നെ കോപ്പർ, ഇതൊക്കെ റിയാക്ടിവിറ്റി കുറഞ്ഞ എലമെൻറ്റ്സ് ആണ്, മെറ്റൽസ് ആണ്. ഓക്കെ ആണല്ലോ. സോ മെറ്റൽസ് വിച്ച് ആർ ലോ ഇൻ ദി ആക്ടിവിറ്റി സീരീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദ മെറ്റൽസ് ബൈ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, റോസ്റ്റ്. ഫോർ എക്സാമ്പിൾ മെർക്കുറി. മെർക്കുറി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇറ്റ്സ് ഓർ സിനബർ. ഓർമ്മിച്ച് നോക്കണേ, നമുക്കറിയാം മെർക്കുറിയുടെ ഓറാണ് സിനബർ. കുറച്ച് എലമെൻറ്റ്സും അതിൻ്റെ ഓർസിൻ്റെ പേരും നമ്മൾ പഠിച്ചു വെക്കണം, ലാസ്റ്റ് പറയാം. ഓക്കെ ആണല്ലോ. മെർക്കുറിയുടെ ഓറാണ് സിനബർ. മെർക്കുറിക് സൾഫൈഡ് ആണ് HGS. ഈ സിനബറിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യും. വെൻ ഹീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു മെർക്കുറിക് ഓക്സൈഡ്. ഓക്സൈഡ് ഫോമിലേക്ക് വരും. ആ ഓക്സൈഡ് ഫോമിൽ വന്നതിനെ പിന്നെയും ഹീറ്റ് ചെയ്താൽ മാത്രമേ മെർക്കുറി ആയിട്ട് റെഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് സിനബറിനെ ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പം അതെന്തായി മാറും? മെർക്കുറിക് ഓക്സൈഡായി മാറും. മെർക്കുറിക് ഓക്സൈഡിനെ ഫർദർ ഹീറ്റിങ്ങിലേക്ക് കൂടിയാണ് നമ്മൾ മെർക്കുറി ആയിട്ട് മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചോളൂ. 2HGS + 3O2 ഓൺ ഹീറ്റിംഗ് മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് 2O2 ആവും. ആ മെർക്കുറിക് ഓക്സൈഡിനെ നമ്മൾ പിന്നെയും ഹീറ്റ് ചെയ്താൽ മെർക്കുറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. സിമിലർലി കോപ്പർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഇസ് സൾഫൈഡ് ഓർ CuS. കോപ്പർ സൾഫൈഡ് ഓർ എന്നാണ് നമ്മൾ കോപ്പറിനെ എക്സൈറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. കോപ്പർ സൾഫൈഡ് പ്ലസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. പ്ലസ് സൾഫർ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ഈ കോപ്പർ ഓക്സൈഡിനെ Cu2S പ്രസൻസിലാണ് പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോപ്പറും സൾഫർ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുക. കോപ്പറും മിഡിൽ ഓഫ് ആക്ടിവിറ്റി സീരീസ്, അത് റിയാക്ടിവിറ്റി സീരീസിൽ മിഡിൽ വരുന്ന എലമെൻറ്റ്സ് ലൈക്ക് സിങ്ക്, അയൺ, ലെഡ് എക്സെട്ര. ഓക്കെ. Metals in the middle of activity series like zinc, iron, lead, etc. are found as oxide, sulfide or carbonate ores. ഒന്നിക്കൽ ഓക്സൈഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ സൾഫൈഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റ് ഫോമിലായിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് ഈസിയർ ടു ഒബ്റ്റെയിൻ മെറ്റൽ ഫ്രം ദർ ഓക്സൈഡ്സ് ദാൻ ഫ്രം ദർ സൾഫൈഡ്സ് ഓർ കാർബണേറ്റ്സ്. ഓക്സൈഡിലുള്ള മെറ്റലിനെ നമുക്ക് ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ സൾഫൈഡ് ഓറും കാർബണേറ്റ് ഓറും നമുക്ക് അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. അതായത് സൾഫൈഡ് ഓറും കാർബണേറ്റ് ഓറും നമ്മൾ എന്താണ് ചെയ്യുന്നത് മുന്നേ പറഞ്ഞതാണ്. ഓക്കെ. അതായത് ഫസ്റ്റ് പ്രോസസ്സ് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത് ഏത് ഓറിനെയാണ്? ഓർമ്മിച്ച് നോക്കണം. കാർബണേറ്റ് ഓറിനെ കാൽസിനേഷൻ ആണ്. അപ്പം സൾഫൈഡ് ഓറിനെ നമ്മൾ ചെയ്യുന്നത് റോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഏത് ഓറിനെയാണ് റോസ്റ്റിംഗ് ചെയ്യാം? സൾഫൈഡ് ഓർ. സൾഫൈഡ് ഓറിനെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. റോസ്റ്റിംഗ്, ഹീറ്റിംഗ് ഓഫ് എൻ ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ടു കൺവേർട്ട് സൾഫൈഡ് ഓർ ഇൻ ടു ഓക്സൈഡ് ഫോം. അതാ നോക്കിക്കോളൂ. സിങ്ക് സൾഫൈഡ്, ഇതിനെ സിങ്ക് ബ്ലെൻഡ് എന്നൊക്കെ പറയും കേട്ടോ. സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് ഓർ.
ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ സിങ്ക് ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞതാണല്ലോ, ഓക്സൈഡ് ഫോമിലെ കൺവേർട്ട് ചെയ്യുള്ളൂ, എന്നിട്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. കാൽസിനേഷൻ ഏത് ഓർനെയാണ്? കാർബണേറ്റ് ഓർനെയാണ് അല്ലേ. കാർബണേറ്റ് ഓർനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽസിനേഷൻ ചെയ്യുന്നത്. കാർബണേറ്റ് ഓർ. സോ ഹീറ്റിംഗ് ഓഫ് എൻ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ഇല്ലാതെ അല്ലെ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ ഇല്ലാതെ ഹീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സൾഫൈഡ് ഓർ. സൾഫൈഡ് ഓർ അല്ല, കാർബണേറ്റ് ഓർ ആണ്. കാർബണേറ്റ് ഓർ. കാർബണേറ്റ് ഓറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാൽസിനേഷൻ ചെയ്യുക. കാർബണേറ്റ് ഓറിനെയാണ് കാൽസിനേഷൻ ചെയ്യുക. റോസ്റ്റിംഗ് ചെയ്യുന്നത് സൾഫൈഡ് ഓറിനെയാണ്. ഓക്കെ ആണല്ലോ. നോക്കിക്കോളൂ, സിങ്ക് കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടും ഏത് ഹീറ്റ് കാൽസിനേഷൻ ചെയ്താലും റോസ്റ്റിംഗ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഓക്സൈഡ് ഫോമിലായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ കിട്ടുന്ന ഓക്സൈഡ് ഫോമിനെ ദ ഓക്സൈഡ് ഓർ ഈസ് ദെൻ റെഡ്യൂസ്ഡ് ടു ദ മെറ്റൽ ബൈ ഹീറ്റിംഗ് വിത്ത് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഏതെങ്കിലും ഒരു അലുമിനിയം പോലത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിക്കോളൂ, ഇപ്പോൾ നമ്മുടെ സിങ്ക് ഓക്സൈഡ് കിട്ടി, അതിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യുന്നു. കാർബൺ വെച്ചിട്ട് റെഡ്യൂസ് ഹീറ്റ് ചെയ്യും. അപ്പോൾ സിങ്കും കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. റിയാക്ഷൻസ് എഴുതി പഠിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോസ്റ്റിംഗ്, കാൽസിനേഷൻ, റിഡക്ഷൻ യൂസിങ് കാർബൺ. കാർബൺ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുക. ഓക്സൈഡിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ സിങ്കും കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷനാണ് തെർമിറ്റ് റിയാക്ഷൻ. Termite reaction. Why it is so important? Because this reaction is used to join railway tracks, machinery parts ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിയാക്ഷൻ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എക്സാമിന് മിക്കവാറും ചോദിച്ച് കാണാറുണ്ട് ഈ തെർമിറ്റ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, കാൽസ്യം, അലുമിനിയം എക്സെട്ര ആർ യൂസ്ഡ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിയാക്ടിവിറ്റി കൂടിയ എലമെൻസിനെ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യും. സോഡിയം, കാൽസ്യം, അലുമിനിയം ഒക്കെ യൂസ് ചെയ്യും. ഈ അലുമിനിയം റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന അതിനെ ആ റിയാക്ഷനെ അലുമിനോതെർമി എന്നൊക്കെ പറയും. അലുമിനോതെർമി റിയാക്ഷൻസ് ബൈ യൂസിങ് അലുമിനിയം ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഇറ്റ്സ് കോൾഡ് അലുമിനോതെർമി. ഓക്കെ. റെഡ്യൂസിങ് ഏജൻറ്റ് ടു ഒബ്റ്റെയിൻസ് മെറ്റൽ ഫ്രം ദ ഓക്സൈഡ്സ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ഇവിടെ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻ്റ് ആരാണ്? അലുമിനിയാണ് അല്ലേ. എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാംഗനീസും അലുമിനിയം ഓക്സൈഡും ഹീറ്റും. മാംഗനീസ് പ്ലസ് അലുമിനിയം ഓക്സൈഡ്. അത് മാംഗനീസ് ഡയോക്സൈഡിനെ മാംഗനീസായിട്ട് നമ്മൾ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു യൂസിങ് അലുമിനിയം. So this reaction is called aluminothermy. Okay. The reaction between metal oxide and aluminum is highly exothermic and the metals are obtained in molten state. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The reaction between metal oxide and aluminum is highly exothermic and the metal obtained in molten state. മെറ്റൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് തെർമിറ്റ് റിയാക്ഷൻസ്. നമുക്ക് കിട്ടുന്ന മെറ്റൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റെയിൽവേ ട്രാക്സും അതേപോലെ മെഷീൻ പാർട്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? വെൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വെൽഡിങ് കണ്ടിട്ടില്ലേ? നമ്മൾ റാഡ് വെച്ചിട്ടല്ലേ വെൽഡ് ചെയ്യുന്നത്? അതേപോലത്തെ റിയാക്ഷൻ തന്നെയാണ് ഇവിടെ. ദ റിയാക്ഷൻ ബിറ്റ്വീൻ, ഇവിടെ നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമിറ്റ് റിയാക്ഷൻ വെച്ചാൽ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ദ റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം പ്രൊഡ്യൂസസ് മോൾട്ടൺ അയൺ. ഏത് സ്റ്റേറ്റിൽ അയൺ പ്രൊഡ്യൂസ് ചെയ്യുക? മോൾട്ടൺ സ്റ്റേറ്റിൽ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ റെയിൽവേ ട്രാക്സ്, ബ്രോക്കൺ മെഷീൻ പാർട്സ് എക്സെട്ര. ഓക്കെ ആണല്ലോ. ദ അയൺ ഓക്സൈഡ് Fe2O3 പ്ലസ് 2Al gives Al2O3 ഹീറ്റ് ചെയ്യണേ. പ്ലസ് Fe2O3 പ്ലസ് 2Al gives Al2O3 പ്ലസ് Fe പ്ലസ് ഹീറ്റ്. ഹൈലി എക്സോതെർമിക് ആയിരിക്കും റിയാക്ഷൻ. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഇതാണ് നമ്മുടെ തെർമിറ്റർ വെൽഡിങ്. നമ്മൾ റെയിൽവേ ട്രാക്സ്, രണ്ട് റെയിൽവേ ട്രാക്ക് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനൊരു ബ്ലോക്ക് വെച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. We are going to discuss the extraction of metals in the top of the reactivity series, sodium, potassium, calcium elements. Okay.
Metals at the top of the activity series like sodium, potassium, calcium, aluminum, etc. cannot be obtained from their ores by simple heating or by heating with reducing agents. ഹീറ്റ് ചെയ്താലോ റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ചാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ ദേ ആർ ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ, ഇലക്ട്രോളിസിസ്, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മാത്രമേ അത് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ആണ്. ഓക്കെ, പ്രോസസ്സ് നോക്കിക്കോളൂ. വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൺ, ഇപ്പം നമ്മൾ ഏതാണോ നമ്മളെ മെറ്റൽ, ഇവിടെ നമ്മളിപ്പം NaCl സോഡിയം ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മോൾട്ടൺ ക്ലോറൈഡ് ആയിട്ട് NaCl യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം ആണെങ്കിൽ KCl യൂസ് ചെയ്യാം, അലുമിനിയം ആണെങ്കിൽ AlCl3 യൂസ് ചെയ്യാം, അലുമിനിയം ക്ലോറൈഡ്. Ca ആണെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് CaCl2 യൂസ് ചെയ്യാം. ഏതാണോ മെറ്റൽ അതിൻ്റെ ക്ലോറൈഡ്, മോൾട്ടൺ ക്ലോറൈഡ് എടുക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഇവിടെ നമ്മൾ സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ആണ് പറയുന്നത്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. സോഡിയം മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ കാഥോഡ്. വാട്ട് ഈസ് കാഥോഡ്? കാഥോഡ് നമുക്കറിയാം, നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് കാഥോഡ്. ആൻഡ് ക്ലോറിൻ ഗ്യാസ് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി ആനോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇവിടെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബീക്കർ കാണാം. ഓക്കെ ആണല്ലോ. ബീക്കറിൽ ആണ് നമ്മൾ എന്ത് മോൾട്ടൺ NaCl എടുക്കും. മോൾട്ടൺ NaCl രണ്ട് ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ്, ഇതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ദേ ആർ കണക്റ്റഡ് ടു എ ബാറ്ററി. ഇപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് കറണ്ട് സൊല്യൂഷനിലേക്ക് കൂടി മോൾട്ടൺ NaCl കൂടി പാസ് ചെയ്യും. അപ്പോൾ ഈ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. NaCl അല്ലേ, NaCl Na പ്ലസും Cl മൈനസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോഡിയം അയോൺസും ക്ലോറിൻ അയോൺസും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സോഡിയം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? സോഡിയം എന്താണ്? പ്ലസ് അയോൺ അല്ലേ. പ്ലസ് എവിടത്തേക്കാണ് വരിക? ശ്രദ്ധിക്കൂ, സോഡിയം Na പ്ലസ് അല്ലേ. പ്ലസ് എവിടത്തേക്ക് അട്രാക്ട് ചെയ്യുക? മൈനസിലേക്ക്. സോഡിയം കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യും, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും കാഥോഡിൽ. ക്ലോറിനോ? ക്ലോറിൻ Cl മൈനസ് അല്ലേ. മൈനസ് എവിടത്തേക്കാണ് വരിക? ആനോഡിലേക്ക് വരും. ക്ലോറിൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് നിയർ ടു ആനോഡ്. ആനോഡിൻ്റെ അടുത്തുനിന്ന് ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഈ ആനോഡിലും കാഥോഡിലുള്ള റിയാക്ഷൻസ് ഒന്ന് എഴുതി പഠിക്കണേ, ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. അറ്റ് ആനോഡ്, ആനോഡിൽ ആരാണ്? ക്ലോറിൻ അല്ലേ. റിയാക്ഷൻ 2Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺസ്. ക്ലോറിൻ 2 ഇലക്ട്രോണും കമ്പൈൻ ചെയ്തിട്ട് 2Cl മൈനസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. കാഥോഡിൽ അറ്റ് കാഥോഡിൽ ശ്രദ്ധിക്കൂ, സോഡിയം ഒരു ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് Na പ്ലസ്, സോഡിയം കാറ്റയോൺ അല്ലേ, Na പ്ലസ് ഒരു ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അറ്റ് ആനോഡ് 2Cl മൈനസ് ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ. അറ്റ് കാഥോഡ് Na പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ്. അങ്ങനെ നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി മെറ്റലിനെ റിഫൈൻ ചെയ്യണ്ടേ? റിഫൈൻ ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇലക്ട്രോലൈറ്റിക് റിഫൈനാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് റിഫൈൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ദ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ മെറ്റൽ ടു ഒബ്റ്റെയിൻ പ്യൂർ മെറ്റൽ ഈസ് കോൾഡ് റിഫൈനിങ്. റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദി മെറ്റൽ ടു ഒബ്റ്റെയിൻ പ്യൂർ മെറ്റൽ. The most common method for refining metal is electrolytic refining. In this method, a block of impure metal is made the anode. Impure anode. ഓർമ്മിച്ച് നോക്കണേ, impure metal ആണ് നമ്മൾ anode ആയിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ഏതാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, റിഫൈൻ ചെയ്യേണ്ടത്, impure മെറ്റലിനെ ആനോഡായിട്ട് യൂസ് ചെയ്യും. അതേ സെയിം മെറ്റലിൻ്റെ ഒരു തിൻ ഷീറ്റ്, പ്യൂർ മെറ്റലിൻ്റെ ഒരു തിൻ ഷീറ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? കാഥോഡായിട്ട് യൂസ് ചെയ്യും. സോ പ്യൂർ മെറ്റൽ ഈസ് ടേക്കൺ ആസ് കാഥോഡ്. ദ ഇലക്ട്രോലൈറ്റ് ഈസ് എ സോൾട്ട് സൊല്യൂഷൻ ഓഫ് മെറ്റൽ ടു ബി പ്യൂരിഫൈഡ്. ഏത് മെറ്റലാണോ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ എന്തായിട്ട് യൂസ് ചെയ്യും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഏത് മെറ്റലാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത് അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ. ഇപ്പോൾ നോക്കിക്കോളൂ, കോപ്പറിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. ഇൻ ദ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ എ ബ്ലോക്ക് ഓഫ് ഇംപ്യൂർ കോപ്പർ ഈസ് മേഡ് ദി ആനോഡ്. അത് കുറച്ച് തിക്കിൻ സൈസ് ആയിരിക്കും, ഇംപ്യൂർ തിക്കായിരിക്കും. ആൻഡ് എ തിൻ ഷീറ്റ് ഓഫ് പ്യൂർ കോപ്പർ ഈസ് മെയ്ഡ് ദി കാഥോഡ് അല്ലേ, അത് തിന്നായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ കോപ്പറിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലേ നമ്മൾ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യേണ്ടത്? ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ആസ് കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ. ബ്ലൂ വിട്രോൾ, ഡാർക്ക് ബ്ലൂ കളറിലെ കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും?
ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് പ്യുവർ കോപ്പർ ഫ്രം ദി ആനോഡ് ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ് ആൻഡ് ദ ഇമ്പ്യൂരിറ്റി സെറ്റിൽ ഡൗൺ അറ്റ് ദി ആനോഡ് മഡ്. അതായത് ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ ബീക്കർ. ഇതിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോപ്പറിൻ്റെ കേസിൽ കോപ്പർ സൾഫേറ്റ് CuSO4 ആണ്. CuSO4 ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യും. അത് നമ്മൾ ഏതാണോ പ്യൂരിഫൈ ചെയ്യേണ്ടത്, ഇമ്പ്യൂർ ആണ് നമ്മൾ ആനോഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പ്യൂർ ആണ്, ഇമ്പ്യൂർ. അത് തിക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ ഏതാണോ കോപ്പർ അല്ലേ നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതേ കോപ്പറിൻ്റെ ഒരു തിൻ ഷീറ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, പ്യുവർ കോപ്പർ എന്തായിട്ട് യൂസ് ചെയ്യും, നമ്മൾ കാത്തോഡായിട്ട് യൂസ് ചെയ്യും. ഇമ്പ്യൂർ ആനോഡ്, പ്യുവർ കാത്തോഡ്, പോസിറ്റീവ് നെഗറ്റീവ്. എന്നിട്ട് ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മക്കളെ, ഇവിടെ നമ്മൾ ഒബേ ചെയ്യുന്നത് മാസ് കൺസർവേഷൻ ലോ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്, മാസ് കൺസർവേഷൻ ലോ. അതായത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഐഡിയ അത്രയേ ഉള്ളൂ, ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഈ ഇമ്പ്യൂർ മെറ്റൽ എന്നില്ലേ, ഇമ്പ്യൂർ മെറ്റൽ നിന്ന് പ്യുവർ മെറ്റൽ നമ്മളെ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യും. എത്ര ഗ്രാം പ്യുവർ മെറ്റൽ ഡിസോൾവ് ചെയ്തോ അത്രയും ഗ്രാം പ്യുവർ മെറ്റൽ ഈ കാഥോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഐഡിയ ക്ലിയർ ആയോ? അതായത് ഇപ്പം ഇതിൽ പ്യുവർ മെറ്റലും ഉണ്ട്, ഇമ്പ്യൂറും ഇല്ലേ. ഇതിൽ നിന്ന് പ്യുവർ മെറ്റൽ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യും. ഇപ്പോൾ 5 ഗ്രാം പ്യുവർ മെറ്റൽ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്തെന്ന് വെച്ചോ, ഇതേ സെയിം എമൗണ്ട് 5 ഗ്രാം തന്നെ എവിടത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും, കാഥോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. വെൻ ടൈം ഗോസ് ഓൺ, ഓൾ ദി പ്യുവർ മെറ്റൽ ഫ്രം ദിസ് ഇംപ്യൂർ ഷീറ്റ് ഈസ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദി സൊല്യൂഷൻ. An equal amount of pure metal gets deposited over this cathode. അതായത് ഇതിലുള്ള പ്യുവർ മെറ്റൽ ഒക്കെ മൊത്തം ഇതിലേക്ക് ഡിസോൾവ് ചെയ്യും, സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ചെയ്യും. അത്രയും എമൗണ്ട് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, കാഥോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് തിന്നായി വരും, ഇപ്പുറം ഡെപ്പോസിഷൻ കൂടി വരും. ലാസ്റ്റ് ഇതിൽ ഇമ്പ്യൂർ മാത്രമേ ഉണ്ടാവും, അത് താഴെ സെറ്റിൽ ചെയ്യും, ഈ ആനോഡിൻ്റെ താഴെ സെറ്റിൽ ചെയ്യും താഴെ. അതുകൊണ്ട് അതിനെ വിളിക്കും ആനോഡ് മഡ്. ആൻഡ് ദിസ് impure deposits are called anode mud. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ ഒബേ ചെയ്യുന്നത്, എത്ര മാസ് ഡിസോൾവ് ചെയ്തോ അത്രയും മാസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൊറോഷൻ. വളരെ സിമ്പിളാണ്. Corrosion, what is corrosion? Corrosion is the damage caused to metals due to the reaction of metals with oxygen, moisture, carbon dioxide, etc. എയറിലുള്ള ഓക്സിജൻ, മോയ്സ്ചർ, വാട്ടർ കണ്ടൻറ്റ്, മെറ്റൽസിന് ഉണ്ടാകുന്ന ഡാമേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊറോഷൻ. ഓക്കെ ആണല്ലോ? മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊറോഷൻ എന്ന് പറഞ്ഞാൽ അയണിന് മാത്രം ഉണ്ടാകുന്നതല്ല. അയണിന് ഉണ്ടാകുന്ന കൊറോഷന് നമ്മൾ റസ്റ്റിംഗ് എന്നാണ് പറയുക, RUSTING. ഓക്കെ, examples for corrosion: formation of brown coating of rust over iron. അല്ലെ, അയണിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന റസ്റ്റിംഗ് ആണ് ഒരു ബ്രൗൺ കോട്ടിംഗ് അല്ലേ, അത് റസ്റ്റിംഗ് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു ടൈപ്പ് ഓഫ് കൊറോഷൻ ആണ്. ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ കാർബണേറ്റ്. അതായത് നമ്മൾ കോപ്പർ വെസൽസ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ പാത്രങ്ങളിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ കോട്ടിംഗ് കാണാൻ പറ്റും. ആ ഗ്രീൻ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ കാർബണേറ്റ് ആണ്, കോപ്പർ കാർബണേറ്റ് ആണ്, ശ്രദ്ധിക്കണം. കോപ്പർ കാർബണേറ്റ് അതും ഒരു ടൈപ്പ് ഓഫ് റസ്റ്റിംഗ് കൊറോഷനാണ്, ഒരു ടൈപ്പ് ഓഫ് കൊറോഷനാണ്. ദെൻ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോട്ടിംഗ് ഓൺ സിൽവർ സൾഫൈഡ് ഓവർ സിൽവർ. അല്ലേ, ഈ സിൽവറിൻ്റെ നമ്മൾ ആംഗ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, സിൽവറിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വല്ലറി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ബ്ലാക്കിഷ് ലെയർ ഫോം ചെയ്യുന്നതാണ്, അത് സിൽവർ സൾഫൈഡ് ആണ്, സിൽവർ സൾഫൈഡ് ആണ്. ഇതും ഒരു ടൈപ്പ് ഓഫ് കൊറോഷനാണ്. അപ്പോൾ അയണിൽ റസ്റ്റിംഗ് നടക്കും, ഓക്കെ ആണല്ലോ, ബ്രൗണിഷ് ലെയർ ഫോം ചെയ്യും. കോപ്പറിൽ ഗ്രീൻ ലെയർ ഫോം ചെയ്യും, കോപ്പറിൽ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കോപ്പർ കാർബണേറ്റ്. അതുപോലെ നമ്മുടെ സിൽവറിൽ സിൽവർ സൾഫൈഡ് ഫോം ലെയർ ഉണ്ടാവും, സിൽവർ സൾഫൈഡ്. ആ കളറ് കൂടി ഓർമ്മിച്ച് വെക്കണം. ഇതിൻ്റെ കളറ് ബ്രൗൺ ആണ് അല്ലേ, ഇതിൻ്റെ കോപ്പർ കാർബണേറ്റിൻ്റെ കളറ് ഗ്രീനിഷ് ലെയറാണ്, സിൽവർ സൾഫൈഡ് ബ്ലാക്ക് ലെയറാണ്. നെക്സ്റ്റ്, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. കൊറോഷൻസ് ഓഫ് മെറ്റൽസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അപ്ലൈയിങ് ഓയിൽ ഓർ ഗ്രീസസ്. ഓയിലിംഗ്,
അപ്ലൈയിങ് പെയിൻറ്റ്. ഓക്കെ ആണല്ലോ. ബൈ ഗാൽവനൈസേഷൻ. വാട്ട് ഈസ് ഗാൽവനൈസേഷൻ? ഗാൽവനൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് കോട്ടിങ് എ ലെയർ ഓഫ് സിങ്ക് ഓവർ അതർ മെറ്റൽസ്. മറ്റൊരു മെറ്റലിൻ്റെ മേലെ സിങ്കിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യുന്നതാണ് എന്ത്? ഗാൽവനൈസേഷൻ. ഓക്കെ, സിങ്ക് നമ്മൾ പറഞ്ഞല്ലോ, സിങ്കൊക്കെ എയറിൽ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു പ്രൊട്ടക്റ്റ് അലുമിനിയം സിങ്കൊക്കെ അതിൻ്റെ ഒരു ഓക്സൈഡ് ലെയർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് പ്രിവെൻറ്റ്സ് ഫർദർ കൊറോഷൻ. ഓക്കെ ആണല്ലോ. ബൈ ടിന്നിങ്, അതായത് കോട്ടിങ് വിത്ത് ടിന്നിൻ്റെ ഒരു കോട്ടിങ് ഒരു ലെയർ അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ. ബൈ ഇലക്ട്രോ പ്ലേറ്റിംഗ്, കോട്ടിങ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് ക്രോമിയം. നമ്മൾ ക്രോം പ്ലേറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ക്രോം പ്ലേറ്റിംഗ്, ക്രോമിയത്തിൻ്റെ പ്ലേറ്റിംഗ്. പിന്നെ അലോയിങ് ആണ്. അലോയിങ് മീൻസ് മേക്കിംഗ് അലോയ്സ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതിൽ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആനോഡൈസേഷൻ. വാട്ട് ഈസ് ആനോഡൈസേഷൻ? ആനോഡൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കോട്ടിങ് എ ലെയർ ഓഫ് അലുമിനിയത്തിൻ്റെ ലെയർ. ഗാൽവനൈസേഷൻ പോലെ തന്നെ അലുമിനിയത്തിൻ്റെ ലെയർ. ഈ അലുമിനിയം സിങ്കും എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ലെയർ ഓഫ് ഇറ്റ്സ് ഓക്സൈഡ്. അതിൻ്റെ ഓക്സൈഡ് ലെയർ പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് പ്രിവെൻറ്റ്സ് ഫർദർ കൊറോഷൻ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോളൂ, വാട്ട് ഈസ് എൻ അലോയ്? എൻ അലോയ് ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് മെറ്റൽ വിത്ത് അതർ മെറ്റൽസ് ഓർ മെറ്റൽ ഓർ എ നോൺ മെറ്റൽ. അതായത് ഒരു മെറ്റലും അതായത് ടു മെറ്റൽസ് ഓർ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ. So an alloy is a homogeneous mixture of two metals or a metal and a non-metal. ഓക്കെ ആണല്ലോ. കുറച്ച് എക്സാമ്പിൾസ് നോക്കണേ മക്കളെ. സ്റ്റീൽ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീലാണ്. സ്റ്റീൽ അയണിൻ്റെയും കാർബണിൻ്റെയും മിക്സ്ചറാണ്. അയൺ കാർബൺ, മെറ്റലും നോൺ മെറ്റലും. ഓക്കെ ആണല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, അയൺ കാർബൺ കൊബാൾട്ട് നിക്കൽ. ബ്രാസ്, കോപ്പർ സിങ്ക്. ബ്രാസ് കോപ്പറും സിങ്കും. ബ്രോൺസ്, കോപ്പറും ടിന്നും. ഓർമ്മിച്ച് നോക്കണേ. ഇത് രണ്ടും ഓർമ്മിച്ച് നോക്കണം, എല്ലാം ഓർമ്മിച്ച് നോക്കണം. ഇത് രണ്ടിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബ്രാസിനും ബ്രോൺസിനും. ബ്രാസ് കോപ്പറും സിങ്കും, ബ്രോൺസ് കോപ്പറും ടിന്നും. സോൾഡർ, നമ്മൾ വയറ് ലെഡ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലെഡും ടിന്നുമാണ്. ലെഡ്, ടിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് നോക്കുക. അങ്ങനെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാണാം, അതിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ ചാപ്റ്റേഴ്സിൻ്റെ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഈ വർഷം 10th CBSEയിലെ ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.